അസ്സലാമലൈക്കും. ഇന്നൊരു വെറൈറ്റി അച്ചാറാണ് കേട്ടോ. നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ ആരും കഴിച്ചിട്ടും ഉണ്ടാവില്ല. കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് അറിയിക്കണേ. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റാണ്. ആരും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യും. നല്ലതാണ്, അടിപൊളിയാണ്. നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ മക്കളൊക്കെ വല്ല ഹോസ്റ്റലിലോ എവിടെയെങ്കിലുമൊക്കെ നിൽക്കണമെങ്കിൽ അവർക്ക് മുട്ടയുടെ അച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ചോറിനും ഭക്ഷണത്തിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയതായിട്ട് ഒത്തിരി ഉപ്പും അങ്ങനെയൊന്നും ചേർക്കണ്ട. അപ്പോഴാണ് പിള്ളേർക്ക് ഒത്തിരി ഉപ്പാകുമ്പോൾ അച്ചാറിൻ്റെ പരുവത്തിലേക്ക് കേടാവാതിരിക്കാൻ നമുക്കൊരു 2-3 മാസത്തേക്കൊക്കെ ഉപ്പിടാം. പക്ഷെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപ്പിട്ടാൽ മതി കേട്ടോ. അച്ചാറിലൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അച്ചാറൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ലല്ലോ, ഒത്തിരി ഉപ്പല്ലേ. അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന അച്ചാറിൻ്റെ പരുവത്തിൽ തന്നെ ഉപ്പിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട ആദ്യം പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് ഞാൻ 10 മുട്ടയാണ് എടുത്തേക്കുന്നത്. ആ 10 മുട്ട പുഴുങ്ങിയെടുത്ത് ഉപ്പിട്ടിട്ട് വേണം കേട്ടോ പുഴുങ്ങാനായിട്ട്. അപ്പോഴാണ് തൊണ്ടൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞു പോരത്തുള്ളൂ. അപ്പോൾ അത് പുഴുങ്ങി 4 കഷ്ണമാക്കി മുറിച്ചെടുത്തേച്ച് പിന്നെ അതിന് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി നല്ലോണം തിരുമ്മി അതിന് മുകളിലൊക്കെ തിരുമ്മി പിടിപ്പിച്ച് വെച്ചിട്ട് വെളിച്ചെണ്ണ അടുപ്പത്ത് ഫ്രൈ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തിട്ട് ഈ മുട്ട ഒന്ന് നല്ലതുപോലെ അപ്പുറം ഇപ്പുറമൊക്കെ നല്ലോണം മൊരിച്ചെടുക്കണം കേട്ടോ. മൊരിച്ചെടുത്ത് അതിൻ്റെ മഞ്ഞക്കരുവൊക്കെ പൊടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകാതെ നമ്മളങ്ങ് ഇളക്കി പതുക്കെ മൊരിച്ചെടുത്താച്ചാൽ മതി കേട്ടോ. അത് അച്ചാറുണ്ടാക്കുമ്പോൾ വെച്ച് കുഴഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എന്നിട്ട് അതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ ഫ്രൈ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് അതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ. വേറെ ഓയിലൊന്നും ചേർക്കരുത്, വെളിച്ചെണ്ണ മാത്രം ചേർക്കാവുള്ളൂ. എന്നിട്ട് ചേർത്തിട്ട് അതിനകത്തോട്ട് ഇഞ്ചി, 1 പിടിയോളം ഇഞ്ചി നല്ല നീളത്തിലരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി നല്ല നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, ഇതെല്ലാം എണ്ണയ്ക്കകത്തിട്ട്, അതേപോലെ 4 വറ്റൽമുളക്. ഇപ്പം ഞാൻ 10 മുട്ടയുടെ അളവാട്ടാണ് പറയുന്നത്. അപ്പോൾ പിന്നെ മുളക് പൊട്ടിച്ചിട്ട് വെച്ച് നല്ലപോലെ ഇളക്കണം. ഇളക്കി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്യണം കേട്ടോ. ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്താണല്ലോ അത് മൊരിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മാത്രം ഇട്ട് 2 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കണം കേട്ടോ. അപ്പോഴാണ് പിന്നെ മുളക് പൊടിയുടെ കുത്തൊക്കെ മാറിയിട്ട് ഇതൊന്ന് നല്ലോണം മൊരിച്ചെടുക്കണം എണ്ണയ്ക്കകത്തിട്ട്. ഇതെല്ലാം കൂടി മൊരിച്ചെടുത്തേച്ചും അതിനകത്തോട്ട് കുറച്ച് 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിട്ട് 1/2 കപ്പോളം, അര എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല വിനാഗിരി ആയിരിക്കണം കേട്ടോ. നമ്മുടെ സിന്തറ്റിക് വിനാഗിരി ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെ കേട്ടോ. അതാണെങ്കിലും കുഴപ്പമില്ല. 50 ml ഒഴിക്കുക കേട്ടോ. അതിനകത്തോട്ട് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വെള്ളം ഒട്ടും ഒഴിക്കരുത്. പിന്നെ ഇത് വിനാഗിരിക്കകത്താണ് ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ആ വിനാഗിരി കിടന്ന് നല്ലതുപോലെ ഇതായി വരുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലിട്ട് നമ്മുടെ അച്ചാറ് നല്ല തെളിഞ്ഞിങ്ങനെ വരും. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വറ്റി കുറുകിയ പോലെ നല്ല അരപ്പൊക്കെ അതിൽ പിടിച്ചിരിക്കുന്ന പരുവത്തിലായി വരും. അത് നമുക്കൊരു ബോട്ടിലിനകത്ത് വെച്ചാൽ നമുക്ക് 1 മാസത്തോളം സൂക്ഷിക്കാൻ പറ്റിയൊരു സാധനം കേട്ടോ. നമുക്കിങ്ങനെ ഇപ്പോൾ റമദാനൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് അത്താഴത്തിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ എടുക്കാം കേട്ടോ, യൂസ് ചെയ്യാൻ പറ്റും. ചിലർ ചോറൊക്കെ കഴിക്കണവരുണ്ടാവുമല്ലോ, അവർക്ക് മുട്ട ഇഷ്ടമുള്ളവരാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്താലും പറ്റത്തുള്ളൂ. ആ മുട്ട ഇഷ്ടമില്ലാത്തവർ ചെയ്തിട്ട് കാര്യമില്ല. മുട്ട ഇഷ്ടമുള്ളവർ ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയ പരുവത്തിൽ നമുക്ക് മീനും ഉണ്ടാക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം.